ക്രിസ്മസ്, ഓണം, റംസാൻ ഇതിലേത് ആഘോഷമായിക്കോട്ടെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അടിച്ച് പൊളിക്കാറുണ്ട്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോയി ആഘോഷിക്കുന്നതാണെങ്കിലും പറയേണ്ടതില്ല. അപ്പോൾ ഇത് പൊപ്പ തെറാപ്പിക്ക് പോകുന്ന കമ്മ്യൂണിറ്റിയിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ക്രിബും ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് ഉള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പൊപ്പ കുറച്ച് വാശി കാട്ടി. പിന്നെ ഓരോ ഗിഫ്റ്റിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് നോക്കി നിൽക്കുന്ന ടൈമിൽ ഞാൻ ഫോട്ടോസും റീൽസൊക്കെ എടുത്തോളാം പറഞ്ഞു. എവിടെ പോയാലും അത് നിർബന്ധമാണല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫംഗ്ഷന്. നല്ല ബാക്ക്ഗ്രൗണ്ടും കൂടി കിട്ടിയാൽ പിന്നെ ഞാൻ വെറുതെ സമയം പാഴാക്കില്ല. പിന്നെ പാരൻസും കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയി പോസ്റ്റായിരിക്കണം. അപ്പോൾ ആ സമയം നമ്മൾ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ്. ഇനിയും പ്രോഗ്രാം തുടങ്ങാൻ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് ഡയാലിസിസ് സെൻറ്റർ ഉണ്ട്. തടാകം ബിൽഡിങ്ങിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കെയറും ഡയാലിസിസ് സെൻറ്ററും വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഡയാലിസിസ് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഡെക്കോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ ഞാനും കൂടിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസും റീൽസൊക്കെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ അവർ ഫോട്ടോയ്ക്കും വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ആ സമയം ഞാൻ നന്നായി യൂട്ടിലൈസ് ചെയ്തു. കാരണം ഈ ഒരു കോസ്റ്റ്യൂമിൽ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് മെനക്കെടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെയും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുക്കാൻ നടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പിടിച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെലിബ്രേഷൻ വന്നത് ഡിസംബർ 24 അപ്പോൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 1 ഡേ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പൊപ്പയും ചിൻ്റെയും ഫസ്റ്റ് റോളിൽ തന്നെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അവിടുത്തെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കരോക്കയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ പാട്ടിടാത്തത് കേട്ടോ. പൊപ്പനെയും കൊണ്ട് പോകുമ്പോൾ എപ്പോഴും ചിണ്ട കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് ചിണ്ടയ്ക്ക് ഈ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പരിചയമാണ്. ഇവിടുത്തെ എല്ലാവരുമായിട്ടും ആൾ കമ്പനിയാണ് കേട്ടോ. പിന്നെ എല്ലാ പ്രോഗ്രാംസിനും ആൾ പാർട്ടിസിപ്പേറ്റും ചെയ്യാറുണ്ട്. ഇതുപോലെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ ഒക്കെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അല്ലേ. അങ്ങനെ എല്ലാവരും ഇരുന്ന് എൻജോയ് ചെയ്യാണ് പ്രോഗ്രാംസൊക്കെ. അപ്പോൾ പൊപ്പയും ചിന്നയും കുറച്ച് നേരം അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് ഓടാതെ. കമ്മ്യൂണിറ്റിയുടെ സെൻറ്റർ വരുന്നത് വടക്കേക്കാടാണ്. ഗുരുവായൂരിന്ന് ബൈ ബസ് ഏകദേശം ഒരു ½ an hour ആണ് വരിക. ആൽത്തറ പുത്തമ്പള്ളി റൂട്ടാണ്. പേരുടെയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാരൻസിന് കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. ബലൂൺ പൊട്ടിക്കാനത് എനിക്ക് ഭയങ്കര പേടിയുള്ള സൗണ്ട് ആയതുകൊണ്ട് ഞാൻ അതിൽ പോയില്ല. അല്ലെങ്കിൽ എല്ലാത്തിലും ഞാൻ പോകാറുണ്ട്. പിന്നെ കുട്ടികളുടെ ഡാൻസ് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കമ്മ്യൂണിറ്റിയത്തെ കുട്ടികളാണ്. അവിടെ ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. പൊപ്പ തെറാപ്പിക്ക് മാത്രമാണ് അവിടെ പോകുന്നത്. പൊപ്പയ്ക്ക് വീക്ക്ലി ത്രൈസ് ഓർ ട്വൈസ് പോയാൽ മതി. ഇപ്പോൾ നമ്പർ ഓഫ് തെറാപ്പീസ് കുറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, സ്പീച്ചിനാണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും. പൊപ്പയുടെ ക്ലാസ് ഉച്ചവരെയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തെറാപ്പിക്ക് പോവാറ്. ഇതാ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ഗെയിമാണ് കേട്ടോ. ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഭവമാണോ ലാസ്റ്റ് എത്തുമ്പോൾ കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയത്. ഞാൻ ഏറ്റവും ലാസ്റ്റ് തൊട്ട് ഫ്രണ്ടിലാണ് വന്നിരുന്നത് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഗെയിം. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കേക്ക് കട്ടിങ് മെയിൻ സംഭവമാണല്ലോ ക്രിസ്മസിന്, കേക്ക് കട്ടിങ്. അപ്പോൾ പ്ലം കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ്സും ഉണ്ട് കേട്ടോ, ലഡു ജിലേബി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊപ്പയും ചിൻ്റെയൊക്കെ നന്നായിട്ട് കഴിക്കും. പക്ഷേ ചുമയൊക്കെ വരുമെന്നുള്ള പേടിയായിരുന്നു. എന്നാലും പിന്നെ ഒരു ആഘോഷമല്ലേ, കഴിച്ചോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാൻഡയ്ക്കൊപ്പം ഡാൻസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പലരുടെയും പ്രൈവസിയെ മാനിച്ചിട്ടാണ് ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.